മറുപടി പറയാമോ? എങ്കിൽ എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്കാണ് പ്രശ്നം. ശ്രീ ഷാബു പ്രസാദ്, ഒരു കാര്യം, അദ്ദേഹം പറയുന്നത് ഇത് എല്ലാവരും ശത്രുവിനോ എന്ന് പറഞ്ഞു, അപ്പോൾ വിവേചനമില്ല എന്ന സംഭവമാണ് പറഞ്ഞത്. അതിന് രേഖകളില്ല, ഇങ്ങനെയൊന്നും അല്ല നടന്നത് എന്നൊരു ജനറൽ സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പി കൃഷ്ണപിള്ളയുടെ ആത്മകഥയിലൊരു കാര്യം പറയുന്നത്, ഗുരുവായൂർ കയറി അദ്ദേഹം മണിയടിച്ചപ്പോ വേറെ കുറെ നായന്മാർ വന്ന് പുള്ളിയെ തല്ലുന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, അന്തസ്സുള്ള നായർ മണിയടിച്ചു തൊഴും, അന്തസ് എലനക്കി നായര് പുറത്തടിക്കും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ലാതെ നമ്മൾ ഉണ്ടാക്കി പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഗുരു സനാതനം എന്ന വാക്ക് ഉപയോഗിച്ചത് നിങ്ങൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യമാണോ? നിങ്ങൾ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് അഭിപ്രായം പറ. അതല്ല നിങ്ങളിങ്ങനെ വെറുതെ ചിരിച്ചു തള്ളരുതേ. നിങ്ങൾ പറയുന്നൊരു കാര്യമാണല്ലോ, ശുദ്ധ വിഡിത. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതായത് മാറ്റമില്ലാതെ, എന്തായാലും ചിരി വന്നാൽ ചിരിക്കണമെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണിയും പോയി നോക്കണം. അതല്ല പറയുന്നത്. മാറ്റമില്ലാതെ ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് മാറ്റമില്ലാതെ തുടരേണ്ട ഒരു തത്വമാണെന്നാണ് ഗുരു പറയുന്ന അർത്ഥം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ മനസ്സിലാവുന്നില്ല. അവിടെ എല്ലാവരെയും ചേർക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജാതിക്കതീതമായി ഒരുമിച്ച് വരണം എന്നാ ഗുരു ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ഗുരുവിന്റെ കുറ്റമല്ല, പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ധർമ്മത്തെ ന്യായീകരിക്കുന്ന ധർമ്മമാണ് ഗുരു പറഞ്ഞെന്നാണ്. അതല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമാണ് നിങ്ങൾ കാണിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിടിക്കപ്പെട്ട് ഉരുളുക എന്നുള്ളത് മാത്രമേ മാർഗം. എന്താണ് ഉരുളുന്നത്? ഇതിനകത്ത് ഒരു ജാതി, എന്റെ സനാതന ധർമ്മത്തിന്റെ ഡെഫിനിഷൻ വേറെയാണെന്ന് ഗുരു എവിടെ പറഞ്ഞേ? അതിന്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞു കേട്ടെ. ഉദ്ദേശിക്കുന്നതല്ല എന്റെ സനാതന ധർമ്മം എന്ന് പറഞ്ഞ എവിടെയാന്ന് പറയൂ. ഒരു ജാതി, ഒരു പറയുന്നുണ്ടല്ലോ ഇന്ത്യയിലെ. ഞാൻ പറയാം നിങ്ങൾ അനുവദിക്കൂ. അദ്ദേഹം സന്യാസത്തെ കുറിച്ച് പറയുമ്പോ എന്താ പറഞ്ഞത്? ഹിന്ദു രാജാക്കന്മാർ അവർ സ്മൃതികൾ അനുസരിച്ച് ഭരിക്കുന്നവരാണല്ലോ, അവർ ശംഭുകന്റെ തല അരിഞ്ഞു കളഞ്ഞത്. ഇതെന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞതിന് ഞാൻ മനസ്സിലാക്കുന്നത് പറയുന്നത് ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് കേൾക്കൂ. സണ്ണി കബിക്കാട് പറഞ്ഞ അത് ഏതാണെന്നുള്ള സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് 2 കോട്ട് ഞാൻ പറഞ്ഞു. കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. കേരള കൗമുദി 1925 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീ കുഞ്ഞിരാമനാണ് ആ ഡിബേറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. 2 വർഷം മുമ്പ് കേരള കൗമുദി അത് വീണ്ടും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ മറ്റൊരു ലേഖനത്തിൽ കേരള കൗമുദി തന്നെ പറഞ്ഞിരിക്കുന്ന ഇതിൽ എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്റെ സനാതന ധർമ്മം എന്ന് പറഞ്ഞിട്ട് ഗുരു വേറൊരു സനാതന ധർമ്മമാണ് ഞാൻ പറയുന്നത് എന്നുള്ള താങ്കളുടെ റെഫറൻസ് എവിടെ? ഉരുളരുത്. അങ്ങനെ നോക്കിയാൽ ഒരു സെക്കൻഡ് അങ്ങ് ഞാൻ സംസാരിച്ചപ്പോ അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഏത് സനാതന ധർമ്മം? ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മമാണോ? അതോ ഗുരുവിന്റെ സനാതന ധർമ്മമാണോ? അതോ കബിക്കാടിന്റെ സനാതന ധർമ്മമാണോ? അതോ എന്റെയാണോ? എന്താ പറഞ്ഞത്? സനാതന ധർമ്മം ഒരു മാറാരോഗം പോലെ ഇന്ത്യയെ ബാധിച്ചൊരു കാര്യമാണ്. അത് തുടച്ചു നീക്കണമെന്നാ അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹം അവകാശപ്പെട്ടില്ലല്ലോ ഗുരുവിന്റേതാണെന്ന്. അല്ല, അത് ഉദയനിധിയുടെ ധർമ്മത്തിന് വേണ്ടി നിന്ന ഒരാളാണെന്ന് സ്ഥാപിക്കാൻ പറ്റും. ഒരു സെക്കൻഡ്, ധർമ്മത്തിനെ കുറിച്ചാണ് ഗുരു പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ഉദയനിധി സ്റ്റാലിന്റേത് മാത്രമായിട്ടുള്ള സനാതന ധർമ്മത്തിനെ കുറിച്ചാണോ അദ്ദേഹം പറഞ്ഞതെന്നാണ് എന്റെ ചോദ്യം. ഉദയഗിരി സ്റ്റാലിന്റേത് പെരിയോറിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരു വാദമാണ്. ഈ പെരിയോറിന്റെ തലയ്ക്ക് വട്ടാണ്, അയാളെ മാനസിക നിലയത്തിൽ അടയ്ക്കണമെന്ന് നമ്മുടെ പെരിയോറിന്റെ തല പിളർക്കാൻ വേണ്ടി ശത്രുസംഹാര ഹോമം നടത്തിയവരാണല്ലോ വൈക്കത്തെ അതൊക്കെ വിട്. തലയ്ക്ക് വട്ടാണെന്നും അയാളെ മെന്റൽ അസൈലത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കണമെന്നും പറഞ്ഞ് കാമരാജിന് കത്തയച്ച ആളാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അത് താങ്കൾക്കറിയോ?
ഈ ബ്രാഹ്മണ വിരോധം പറഞ്ഞ് നടക്കുന്ന ഇയാളുടെ തലയ്ക്ക് വട്ടാണ് എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയ ആളാണ്. അല്ല, നെഹ്റുവിന്റെ നെഹ്റു അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? സണ്ണി കവിക്കോട് എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? നെഹ്റു പറഞ്ഞത് പെരിയോറിന് ഭ്രാന്തായിരുന്നു, എന്താണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ തന്നെ ഈ പറയുന്നത് നെഹ്റു പറയുന്നത് ഈ ഹിന്ദു വിരോധം പറയുന്ന, ഈ സനാതന ധർമ്മ വിരോധം പറയുന്ന, ഈ ബ്രാഹ്മണരെ കൊല്ലണമെന്ന് പറയുന്ന പെരിയാറിന്റെ തലയ്ക്ക് വട്ടാണ് എന്നും അയാളെ മെന്റൽ അസൈലത്തിൽ അടയ്ക്കണമെന്നും പറഞ്ഞ് തമിഴ്നാട് മദ്രാസ് പ്രസിഡൻസി അന്നത്തെ മുഖ്യമന്ത്രി കെ കാമരാജിന് കത്തയച്ചയാളാണ് നെഹ്റു. അദ്ദേഹത്തിന്റെ കളക്ടഡ് വർക്സിൽ ഉണ്ട് ആ കത്ത്. പി കൃഷ്ണപിള്ള പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ, പി കൃഷ്ണപിള്ള പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ ചർച്ചയിൽ പറയാമെങ്കിൽ, ജവഹർലാൽ നെഹ്റു പറയുന്നത് എനിക്കും ഈ ചർച്ചയിൽ വിശ്വസിച്ച് പറയാൻ പറ്റും. പറഞ്ഞോ, ഞാൻ ചോദിക്കുന്നതല്ല, പിന്നത്തെ പ്രശ്നം ഈ ബ്രാഹ്മണ വിമർശനം നിങ്ങൾ പറയുന്ന നുണയാണ് ഞാൻ പറഞ്ഞത്. ഗുരുവിന്റെ സനാതന ധർമ്മം, ഞാൻ ഒരു കാര്യം പറയാം, വേദാന്ത സൂത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി ഗുരുവിന്റേതായിട്ടുണ്ട്. അതിന്റെ അവസാനം ഗുരു പറയുന്നത് തസ്മാ തസ്യ സത്വാച്ച എന്നാണ്. അതായത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് യാതൊന്നിനും നിലനിൽപ്പില്ല, സർവം ബ്രഹ്മമയം. ഇത് സനാതന ധർമ്മമാണ് അല്ലെന്ന് സണ്ണി കവിക്കാട് പറയുമോ? അതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ദൈവം നിങ്ങൾ പറയും, കാരണം അതാണ് നിങ്ങളുടെ രീതി. പക്ഷെ ഞാൻ പറയുന്നത് ഗുരു നിങ്ങൾ സനാതന ധർമ്മം അല്ല എന്റെ സനാതന ധർമ്മം എന്ന് പറഞ്ഞത് എവിടെയാണ്? ഹേ, അത് പറയൂ ആദ്യം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ, ഈ ഹിന്ദു, ഞാൻ നുണയൊന്നും പറഞ്ഞില്ല. ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ട് വ്യക്തമായും ഗുരുവിന്റെ അഭിപ്രായം പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. നിങ്ങളാണ് കേൾക്കാൻ തയ്യാറാകാത്തത്. അതായത് നിങ്ങൾ പെട്ടുപോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോ ഞാൻ പറഞ്ഞ ഒരു കാര്യം പെട്ടിട്ടില്ല. ഇന്ത്യയിലെ രാജാക്കന്മാർ, സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കാൻ കഴിയില്ല എന്നാണ്. യാതൊരു മതത്തിനും സനാതനമല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് ഒരു ആത്യന്തിക സത്യത്തിൽ വിശ്വസിക്കാതെ ഏത് മതമാണ് നിൽക്കുന്നത്? അത് സത്യമല്ല. നിങ്ങൾ ഇങ്ങനെ വെറുതെ നുണ പറയരുത് ശ്രീ സണ്ണി കവിക്കാട്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഉത്തരം പറയൂ. നിങ്ങൾ സനാതന ധർമ്മമല്ല, നിങ്ങൾ പറഞ്ഞതിന്റെ റെഫറൻസ് എവിടെ ഭരിക്കുന്നവരാണല്ലോ. ചർച്ച നടത്തിയ കേരളം അവർ ശംഭുവിന്റെ തലയെരിഞ്ഞല്ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെയാ. ശ്രീജിത്ത് ഗുരു ഇതിന്റെ ആളാണെന്നാണ്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. എങ്കിൽ നിങ്ങളോട് ഒന്നും പറയാനില്ല. ഈ ചർച്ച കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഉരുളുകയാണെന്ന് നന്നായി മനസ്സിലാകും. നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാകാത്തുള്ളൂ. നിങ്ങളാണ് കാര്യങ്ങൾ കേൾക്കാത്തത്, നിങ്ങളാണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്. പറഞ്ഞു എന്നും ഗുരു പറഞ്ഞ സനാതന ധർമ്മവാദികളെ തള്ളി പറയുന്ന സന്ദർഭം നിങ്ങൾ വിശ്വസിക്കുന്നെന്ന് ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്. നിങ്ങൾ തന്നെ പല കാര്യത്തിലും നെഹ്റുവിനെ കോട്ട് ചെയ്യുന്നുണ്ട്. കൃഷ്ണപിള്ളയെ നിങ്ങൾ എത്ര കാര്യം സനാതന ധർമ്മ ഈ ബ്രാഹ്മണരെ വിമർശിക്കുന്നവരും ഭ്രാന്താന്ന് പറയുന്നത് നിങ്ങളോട് സംസാരിക്കുന്നതിൽ വലിയ ഞാനല്ല, നെഹ്റുവാ പറഞ്ഞത്. നെഹ്റു അങ്ങനെ പറഞ്ഞത് ബ്രാഹ്മണരെ കൂട്ടക്കൊല ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പെരിയാർ ആഹ്വാനം ചെയ്തത് ബ്രാഹ്മണരെ കൂട്ടക്കൊല ചെയ്യണമെന്ന്. ഇത് കേട്ട സമയത്ത് കാമരാജിന് കത്തയച്ചിട്ട് പറഞ്ഞു നടപടിയെടുക്കാമെന്ന് കാമരാജ് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഇതേ പ്രസ്താവന ആവർത്തിച്ചപ്പോഴാണ് നെഹ്റു വിശദമായിട്ട് ഒരു കത്ത് എഴുതിയിട്ട് പറയുന്നത്, ഞാൻ നേരത്തെയും നിങ്ങളോട് ഇത് പറഞ്ഞതാണ്, ഇയാളുടെ തലയ്ക്ക് വട്ടാണ്, ഇയാളെ മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അടച്ചിട്ട് അയാൾക്ക് ചികിത്സ കൊടുക്കണം, പെർവേർട്ടഡ് മൈൻഡ് ആണ് അയാളുടേതാണെന്ന് പറഞ്ഞത്, വികൃതമായ മനസ്സുള്ളവൻ എന്നാണ് പെരിയാറിനെ പറ്റി. തീർച്ചയായും നമുക്ക് ആ ഒരു തർക്കം എന്തായാലും കുറച്ച് സമയമായി ആ തർക്കത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ വീണ്ടും ഇടപെടുകയാണ്. ഇവിടെ